നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ 14 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് മനസ്സിലാക്കുന്നത്. അതിൽ ചില പ്രമുഖ കമ്പനികൾ, ഉദാഹരണത്തിന് ലുലു, TCS, ശോഭ, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളുണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലെയും കൊച്ചിയിലെ സ്പെഷ്യൽ എക്കണോമിക് സോണിലെയും ഒക്കെയുള്ള ചില കമ്പനികളിലെ വോക്ക് ഇൻ ഇന്റർവ്യൂ, ഏതാണ്ട് 7ഓളം കമ്പനികളിലെ വോക്ക് ഇൻ ഇന്റർവ്യൂ അവസരങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതുകൂടാതെ പാർട്ട് ടൈം ആയിട്ടുള്ള ചില തൊഴിലവസരങ്ങൾ, അതല്ലെങ്കിൽ വിവിധ മേഖലയിൽ നിന്നുള്ളവർക്ക്, ഉദാഹരണത്തിന് എഞ്ചിനീയേഴ്സ്, MBAs, അല്ലെങ്കിൽ കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടിങ് പഠിച്ചവർക്ക് അക്കൗണ്ടിങ് ഓഡിറ്റ് മേഖലയിലെ അവസരങ്ങൾ. അപ്പൊ ഇങ്ങനെ വിവിധ മേഖലകളിലെ അവസരങ്ങൾ കൂടുതലും ഫ്രഷേഴ്സിനുള്ളതാണ്. എന്തിന് 2026 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് വരെയുള്ള ചില അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ കേൾക്കുന്ന തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പൊ നമുക്ക് ആദ്യം ലുലുവിലെ അവസരങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആരംഭിക്കാം. ലുലു കാലിക്കറ്റ്, അവിടേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. നാം അറിയുന്ന പോലെ ലുലു കാലിക്കറ്റില് മിനി ബൈപ്പാസ് റോഡിലാണ് ലുലു മാൾ ഉള്ളത്. അപ്പൊ അവിടേക്ക് വോക്ക് ഇൻ ചെയ്ത് എത്താവുന്ന അവസരങ്ങളുണ്ട്. വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 10, 11 തീയതികളിലാണ്, മാർച്ച്. അപ്പം അതിന്റെ ടൈം ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ലുലു ലഭ്യമായിരിക്കുന്ന ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. ഇവിടെ കാണുന്ന പോലെ സെയിൽസ് അസോസിയേറ്റ് മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാം. ഒരു മിനിമം 10ാം ക്ലാസ്സോ +2 ഒക്കെ ഉള്ള ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റി സൂപ്പർവൈസർ പോലെയുള്ള ഒഴിവുകളുണ്ട്. ക്യാഷറായിട്ട് +2 ഒക്കെ ഉള്ള ഫ്രഷേഴ്സിനെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഫിഷ് മോങ്കർ, അതേപോലെ അസിസ്റ്റന്റ് ഫിഷ് മോങ്കർ, അതായത് മീൻ വിൽപ്പനക്കാര്, അങ്ങനെയൊക്കെയുള്ള മീനുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാൻ. ബുച്ചർ, ഇറച്ചി വെട്ടുകാര്, അങ്ങനെയുള്ള വേക്കൻസികളുണ്ട്. സൂപ്പർവൈസർ, അത് വിവിധ മേഖലകളിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ഷെഫ് റിലേറ്റഡ് ആയിട്ട് കോമിയുണ്ട്, CDP ഉണ്ട്, DCDP ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ജോലികൾ. അതല്ലെങ്കിൽ ഹെൽപ്പേഴ്സ് ആയിട്ട് ഒരു മിനിമം ഒരു 10ാം ക്ലാസ് ഒക്കെ ഉള്ളവർക്ക്, 45 വയസ്സൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ള ജോലികൾ ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളാണ് ലുലു ലഭ്യമായിരിക്കുന്നത്. വോക്ക് ഇൻ ഇന്റർവ്യൂ മാർച്ച് 10, 11 തീയതികളിൽ ലുലു മാള് കോഴിക്കോട് മിനി ബൈപ്പാസ് റോഡിൽ. ഇതാണ് ആദ്യത്തെ അവസരം. ഇതിൻ്റെയൊക്കെ എല്ലാ വേക്കൻസിയുടെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് അതാത് കമ്പനികളുടെ പേര് പറഞ്ഞ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലും ഓരോ കമ്പനിയുടെയും ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. ഇനി അടുത്ത അവസരം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. TCSലേക്കുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. അവർക്ക് TCSൽ കുറേ അവസരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. TCSൽ 2026 റിക്രൂട്ട്മെന്റുകളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂവിനെ കുറിച്ചും സൂചിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ കോയമ്പത്തൂർ നടക്കുന്നുണ്ട്. അപ്പം ഈ പാലക്കാട്, തൃശ്ശൂര് അല്ലെങ്കിൽ ആ ഏരിയയിലൊക്കെ ഉള്ളവർക്ക് ഈ കോയമ്പത്തൂർ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. അതിന്റെ ഡേറ്റ് 13ാം തീയതി മാർച്ചാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. കോയമ്പത്തൂറുള്ള കർപ്പകം ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഇവിടെ വെച്ചിട്ടാണ്. അത് ശ്രീരപാളയം, ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. അതിന്റെ ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസ്, ഡേറ്റ പ്രോസസിംഗ്, ട്രാൻസാക്ഷൻ, ഈ ഒരു തസ്തികയിലേക്കാണ് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. ഫ്രഷേഴ്സിനും 6 മാസത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? BA ഉണ്ട്, BCom ഉണ്ട്, BCA ഉണ്ട്, BBA ഉണ്ട്, BSc, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാം. ഓർക്കുക, 2024ലും 2025ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. അപ്പം 2024ലും 2025ലും പാസ് ഔട്ട് ആയിട്ടുള്ള BA, BCom, BCA, BBA, BScക്കാർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഒരു 6 മാസത്തിൽ വരെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരെ അപേക്ഷിക്കേണ്ട കാര്യമില്ല. പ്രായം 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. അതേപോലെ തന്നെ കഴിഞ്ഞ 90 ദിവസത്തിനകം TCSന്റെ ഇന്റർവ്യൂവോ ടെസ്റ്റോ അറ്റൻഡ് ചെയ്തവർ വീണ്ടും അപേക്ഷിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ നേരിട്ട് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയല്ലേ ചെയ്യേണ്ടത്. ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്, അല്ലെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. അത് ഇവരുടെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ BPS എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, ബിസിനസ് പ്രോസസ് സർവീസസ് എന്ന
ഓപ്ഷൻ എടുക്കണം. അത് നിങ്ങൾ ഈ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് വീണ്ടും ലോഗിൻ ചെയ്ത് BPS എന്ന ഓപ്ഷൻ എടുത്ത് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു DT നമ്പർ കിട്ടും. ആ നമ്പരും ഒക്കെ ആയിട്ട് നിങ്ങളുടെ റെസ്യൂമെയും മാർക്ക് ലിസ്റ്റും ഒക്കെ ആയിട്ട് വേണം വോക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട്. ഡേറ്റ് 13-ാം തീയതി മാർച്ച് 9 മണിക്കും 11 ഇടയ്ക്കുമായിട്ട് ഈ കർപ്പകം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോയമ്പത്തൂരിൽ എത്തി ഈ വോക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഇനി അടുത്ത അവസരം, ഇത് മറ്റൊരു വോക്ക്-ഇൻ ഇന്റർവ്യൂ ആണ്. ഇത് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള ഇന്നൊവേഷൻ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന ഒരു ടെക്നോളജി അവസരമാണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഇന്റേൺ ഈ ഒരു തസ്തികയിലേക്കാണ് ഹയറിങ് നടക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഞായറാഴ്ച, ഇന്ന് വുമൺസ് ഡേ ആണ്. അപ്പോൾ വുമൺസ് ഡേയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഓഫർ നൽകുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ കരിയറിൽ ഒരു ബ്രേക്ക് ഒക്കെ വന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തിരിച്ചു വരാൻ അത്ര എളുപ്പമല്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഇവിടെ പ്രിഫറൻസ് നൽകും. അപ്പം നിങ്ങൾ എന്തെങ്കിലും ടെക്നോളജി കോഴ്സുകൾ, കാരണം ഇതൊരു സോഫ്റ്റ്വെയർ ജോലിയാണ്, അപ്പം വല്ല BCAയോ MCAയോ BTech കമ്പ്യൂട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നോളജി കോഴ്സുകൾ പഠിച്ചവരാണ് നിങ്ങൾക്കായിരിക്കും ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത്. ഇതിന്റെ വോക്ക്-ഇൻ ഇന്റർവ്യൂ നടക്കുന്ന 11-ാം തീയതി മാർച്ചാണ്. ടെക്നോ പാർക്കിന്റെ ഫേസ് 1-ലുള്ള നിള ബിൽഡിങ്ങിന്റെ 4th ഫ്ലോറിൽ ഇന്നൊവേഷൻ ഇൻക്യുബേറ്ററിന്റെ ഓഫീസ് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് വോക്ക്-ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. ആദ്യം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെയിൽ കിട്ടും. എന്നിട്ട് വേണം വോക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. അപ്പോൾ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ടെക് എന്തൂസിയാസ്റ്റ് വുമൺ, പ്രത്യേകിച്ച് കരിയർ ഗ്യാപ്പ് ഉള്ളവർക്കായിരിക്കും പ്രിഫറൻസ് നൽകുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത അവസരം, ഇത് മറ്റൊരു റിക്രൂട്ട്മെന്റ് ഡ്രൈവാണ്. ഈ റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ 25-ൽ പാസ് ഔട്ട് ആയവർ മാത്രമല്ല 26-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം ടെക്കോസ എജു സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഒരു കമ്പനിയിലേക്ക് നടക്കുന്ന ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ ആണ്. ഈ ക്യാമ്പസ് ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിരിക്കുന്നത് MIT ആയൂർ എന്ന് പറഞ്ഞിട്ടുള്ള മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട്, ആയൂർ MC റോഡ് സൈഡിലുള്ള ഒരു കോളേജാണ്. അവരാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 12-ാം തീയതി മാർച്ചിലാണ് ഈ ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ നടക്കുക. MCAക്കാര്, MTech, BTech, MSc ഇലക്ട്രോണിക്സ് പേജ് 2025-ലും 26-ലും പാസ് ഔട്ട് ആകുന്നവർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം. ഇതൊരു റോബോട്ടിക്സ് ആൻഡ് AI കമ്പനിയാണ്. അപ്പോൾ ഇവരാണ് ഈ ഒരു ഹയറിങ് നടക്കുന്നത്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ 3.5 lakh പെർ ആനം വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. റോബോട്ടിക്സ് ഇൻസ്ട്രക്ടർ 2.8 lakh പെർ ആനം വരെ ശമ്പളമുള്ള അവസരം. മൾട്ടിമീഡിയ ഡിസൈനർ 2.8 lakh പെർ ആനം വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ ഈ ഒരു അവസരങ്ങളിലേക്കാണ് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ റെസ്യൂമേ ആയിട്ട് ഈ ഒരു ക്യാമ്പസ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയും. ഇനി അടുത്ത അവസരം, 2 കമ്പനികളിലെ അവസരം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒരെണ്ണം പാർട്ട് ടൈം ആയിട്ടുള്ള അവസരമാണ്. ആദ്യത്തെ അവസരം ഓപ്പറേറ്റർ ട്രെയിനി എന്നുള്ളതാണ്. ഈ ഒരു അവസരം ആലുവയിൽ ഉള്ള നെസ്റ്റ്, നമുക്കറിയാം നെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പം നെസ്റ്റിലേക്കുള്ള ഒരു ഓപ്പറേറ്റർ ട്രെയിനി അവസരമാണ് ഇത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഇങ്ങനെയൊക്കെയുള്ള എഞ്ചിനീയറിങ്, അതായത് BTech അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള അവസരമാണ്. ഇതിന്റെ പ്രത്യേകത, നിങ്ങൾ ഫെയിൽഡ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ അവസരം ഞാൻ സൂചിപ്പിക്കുന്നത് ഫെയിൽഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന അവസരമാണ്. രണ്ടാമത്തെ അവസരം പാർട്ട് ടൈം ജോലിയാണ്. അപ്പം ഈ നെസ്റ്റിലെ അവസരം ഒരിക്കൽ കൂടി പറയാം, ഓപ്പറേറ്റർ ട്രെയിനിയാണ്. ഇത് ITI അല്ലെ ഡിപ്ലോമ അല്ലെ BTech ഫെയിൽഡുകാർക്കും അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അതായത് അരിയറൊക്കെ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. സാലറി 15,000 ആണ് CTC എന്ന് സൂചിപ്പിക്കുന്നത്. പല ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യണം. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെയുള്ള ഷിഫ്റ്റ് ഉണ്ട്. 2 തൊട്ട് രാത്രി 10 വരെയുള്ള ഷിഫ്റ്റ് ഉണ്ട്. അല്ലെ രാത്രി 10 മുതൽ രാവിലെ 6 വരെയുള്ള ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നെസ്റ്റിലെ അവസരം ഫെയിൽഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന അവസരമാണ് ആദ്യം സൂചിപ്പിക്കുക. രണ്ടാമത് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു എന്താ പറയുക, പാർട്ട് ടൈമിൽ ജോലി ചെയ്യും. ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഈവനിങ്ങിൽ ജോലി ചെയ്യാവുന്ന ഒരു അവസരമാണ്. ഓർക്കുക, ഈ അവസരം എറണാകുളത്ത് സ്പെഷ്യൽ എക്കണോമിക് സോണിലാണ് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചുറ്റുപാട് കാക്കനാടൊക്കെയുള്ള ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിന് ചുറ്റുപാടൊക്കെയുള്ള സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് പോയി നിൽക്കാം, പകൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൈകുന്നേരം ഈ പാർട്ട് ടൈം ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവരിവിടെ നിങ്ങൾ ഡീറ്റെയിൽസ് കാണിക്കുന്നത് AR കോളർ എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ക്ലയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് വരും.
അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് സ്കിൽസ് ഉള്ളവർ അപ്ലൈ ചെയ്താൽ മതിയാകും. ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും ഒക്കെ അപ്ലൈ ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈവനിങ് ഷിഫ്റ്റ് ഫ്ലെക്സിബിൾ ടൈമിങ്സ് ആണ്, അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനും സ്യൂട്ടബിൾ ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏൺ വൈൽ യു ലേൺ, അതായത് പഠിക്കുന്നതിനോടൊപ്പം ജോലി ചെയ്യുവാനായിട്ട് പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കുവാനുള്ള ഒരു അവസരമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പാർട്ട് ടൈമും ഫുൾ ടൈം ഓപ്ഷൻസും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഐറിസ് ഹെൽത്ത് എന്ന് പറഞ്ഞ കമ്പനി സ്പെഷ്യൽ എക്കണോമിക് സോൺ കാക്കനാടുള്ള അവസരമാണ് രണ്ടാമത് സൂചിപ്പിച്ചത്. ആദ്യത്തെ അവസരം ഫെയിൽഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ അവസരം ഒരു പാർട്ട് ടൈം തൊഴിൽ അവസരമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് പ്രമുഖമായിട്ടുള്ള ശോഭയിലെയും മറ്റൊരു കമ്പനിയിലെയും അവസരം ഒന്ന് മനസ്സിലാക്കാം. ശോഭ നാം അറിയുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ ഒക്കെ പ്രമുഖമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോൾ ഇവരൊരു വോക്ക് ഇൻ ഇന്റർവ്യൂ 13-ാം തീയതി പാലക്കാട് വെച്ച് നടത്തുന്നുണ്ട്. 10 മണിക്ക് 2 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്ത അവസരങ്ങളിലേക്ക് എത്താം. പ്രൊജക്ട് എക്സിക്യൂഷൻ ഈ ഒരു തസ്തികയിലേക്കാണ്. ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാരും പ്രത്യേകിച്ച് സിവിലുകാർക്കൊക്കെ ഉള്ള അവസരമാണ്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. 35 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സ് അതും ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യാവുന്നവരായിരിക്കും പ്രിഫർ ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വോക്ക് ഇൻ ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. വടക്കഞ്ചേരിയിലാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. ഇപ്പോൾ ശോഭയിലേക്കുള്ള അവസരമാണ്. ഇനി A2Z ഇത് മറ്റൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഇവരെ സൈറ്റ് എഞ്ചിനീയേഴ്സിനെയും QS എഞ്ചിനീയേഴ്സിനെയും ഹയർ ചെയ്യുന്നുണ്ട്. ഫ്രഷേഴ്സിനെ ആയിരിക്കും ഹയർ ചെയ്യുന്നത്. കേരളത്തിലുടനീളം ഒഴിവുകളുണ്ട്. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. നമുക്ക് അടുത്ത ചില അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ലെറ്റ്യൂക്ക് ഈ ഒരു കമ്പനിയിലേക്ക് MBA-ക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. MBA മാത്രമല്ല BBA-ക്കാരെ അല്ലെ മറ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവരെയൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് ട്രെയിനി എന്ന തസ്തികയിലാണ്. ഫ്രഷേഴ്സ് ആർ വെൽക്കം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ഇന്റേൺഷിപ്പാണ്. ആദ്യത്തെ 4 months പെയ്ഡ് ഇന്റേൺഷിപ്പ് ആയിരിക്കും. ആ സമയത്ത് സ്റ്റൈഫൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ചെയ്തായിരിക്കും പിന്നെ നിങ്ങളെ പെർമനന്റ് ആക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഗ്രാജുവേറ്റ്സ് പ്രത്യേകിച്ച് BBA MBA അല്ലെ ഏത് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ അവസരം ജോബിൻ ആൻഡ് ജിസ്മിയാണ്. ജോബിൻ ആൻഡ് ജിസ്മി എന്ന് പറഞ്ഞാൽ കൊരട്ടി ഇൻഫോ പാർക്കിലൊക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലേക്ക് MBA-ക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. ഫ്രഷേഴ്സിനും 1 year താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപേക്ഷിക്കാം. ചാലക്കുടിയിലെ ഇവരുടെ ഓഫീസിലായിരിക്കും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിലെ മറ്റൊരു കമ്പനിയിലെയും കുറേ അവസരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ച് വോക്ക് ഇൻ ഇന്റർവ്യൂകൾ. വീക്കോ സൊല്യൂഷനിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് മാർച്ച് 9, 10, 11, 12 തീയതികളിലാണ്. 11 മണിക്കും 4 മണിക്കും ഇടയ്ക്കായിട്ട് ഇവരുടെ കൊച്ചി ഇടപ്പള്ളിയിലുള്ള ഓഫീസിലേക്ക് വോക്ക് ഇൻ ചെയ്ത അവസരങ്ങളിലേക്ക് എത്താം. നോക്കുക പൊസിഷൻ അവൈലബിൾ എന്തൊക്കെയാണ്. സെയിൽസ് അസോസിയേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ഉണ്ട്. ഫ്രഷേഴ്സിനൊക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. വീഡിയോ എഡിറ്റർ ഉണ്ട്, ടീം ലീഡർ സെയിൽസ്, വീഡിയോ എഡിറ്റിംഗ് ഫാക്കൽറ്റി ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഉണ്ട്, HR ഇന്റേൺ ഉണ്ട്. ഈ തസ്തികയിലേക്കൊക്കെ അവസരങ്ങൾ ലഭ്യമാണ്. സിംപ്ലി വോക്ക് ഇൻ ഇൻടു ദ ഇന്റർവ്യൂ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വെന്യൂയിലേക്ക് നിങ്ങൾക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ബ്രിങ് യുവർ CV നിങ്ങളുടെ റെസ്യൂമെ കയ്യിൽ കരുതണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡേറ്റ് മാർച്ച് 10, 11, മാർച്ച് 9, 10, 11, 12 തീയതികളിൽ 11 മണിക്കും 4 മണിക്കും ഇടയ്ക്കായിട്ട് എടപ്പള്ളിയിലുള്ള അവരുടെ ഓഫീസിലേക്കാണ്. രണ്ടാമത്തെ അവസരം നിങ്ങൾ കാണാം. EKK ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഹൈവേയും ബിൽഡിംഗ് പ്രോജക്റ്റുകളും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവര് ചെന്നൈ തമിഴ്നാട് ഓപ്പറേഷനിലേക്ക് ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വിവിധ തസ്തികകളുണ്ട്. എഞ്ചിനീയേഴ്സ് ഉണ്ട്, അത് തന്നെ വിവിധ മേഖലകളിൽ. അതുപോലെ QS ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ഡ്രാഫ്റ്റ്സ്മാൻ ഉണ്ട്. ഓഫീസിലേക്ക് പ്രത്യേകിച്ച് പർച്ചേസ്, സ്റ്റോറ്, സേഫ്റ്റി, അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള മേഖലകളിലേക്ക് സർവേയേഴ്സ് ആയിട്ട്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ വിവിധ തസ്തികകളിലേക്ക് ഹയറിങ് നടക്കുന്നുണ്ട്. ഇതിന്റെ വോക്ക് ഇൻ ഇന്റർവ്യൂ 10-ാം തീയതി മാർച്ച് 10 മണിക്ക് EKK ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഹെഡ് ഓഫീസ് ഉണ്ട്. അത് പെരുമ്പാവൂരാണ്, എറണാകുളം ജില്ല. അങ്ങോട്ടേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഇതൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനിയും കൊമേഴ്സുകാർക്കും അല്ലെ MBA-ക്കാർക്കും ഒക്കെയുള്ള ചില അവസരങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. EC ജോബ്സ് എന്ന് പറഞ്ഞ കൺസൾട്ടൻസി
ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബികോം ഫ്രഷേഴ്സിനെയാണ് ഹയർ ചെയ്യുന്നത്. കൊൽക്കത്ത ലൊക്കേഷനിലേക്കാണ്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് 23,000 രൂപ വരെ ആയിരിക്കും ശമ്പളം ലഭ്യമാവുക. എന്ന് മാത്രമല്ല കമ്പനി ഫുഡും അക്കോമഡേഷനും ഒക്കെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബികോം കഴിഞ്ഞ അക്കൗണ്ട്സ് ട്രെയിനി ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാവുന്നവർക്ക് ഈ ആദ്യത്തെ അവസരത്തിന് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ അവസരം ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആയിട്ടുള്ളതാണ്. കേരളത്തിൽ ഉടനീളം ഒഴിവുകളുണ്ട്. പ്രായം 35 വയസ്സിൽ താഴെയായിരിക്കണം. ഇതിന് എംകോമോ MBAയോ അല്ലെ ബികോമോ BBAയോ BTech മെക്കാനിക്കലോ ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. കേരളത്തിൽ ഉടനീളം ട്രാവൽ ചെയ്യുവാനായിട്ട് റെഡി ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്റേണൽ ഓഡിറ്റിങ്, അക്കൗണ്ടിങ്, ബാങ്ക് റിക്കൺസിലിയേഷന്, GST TDS റിപ്പോർട്ട് ഡ്രാഫ്റ്റിങ്, അതിന്റെ കമ്മ്യൂണിക്കേഷന്, ഇതൊക്കെ ആയിരിക്കും ജോലിയുടെ ഒരു സ്വഭാവം. MS ഓഫീസ് പ്രത്യേകിച്ച് എക്സൽ ഒക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 2 years എക്സ്പീരിയൻസ്, അത് ഇന്റേണൽ ഓഡിറ്റിലോ അക്കൗണ്ട്സിലോ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ഏരിയ അല്ലെ സർവീസ് അഡ്വൈസർ റോളുകളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും ഈ ഒരു അവസരമുള്ളത്. അപ്പം ആദ്യത്തെ അവസരം ബികോം ഫ്രഷേഴ്സിന് കൊൽക്കത്തയിലുള്ള അവസരമാണെങ്കിൽ, രണ്ടാമത്തെ അവസരം കേരളത്തിലുടനീളം ഇന്റേണൽ ഓഡിറ്റേഴ്സിനുള്ള അവസരം. അപ്പോൾ ഏതായാലും 14 അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് കമ്പനികളുടെ ഹയറിങ്ങിന്റെ ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.